أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فذلك الذي يدع اليتيم സൂറ അൽ മാഊനിലെ മൂന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: അനാഥരെ ഭീഷണിപ്പെടുത്തുന്നവനെത്രയവൻ. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഹുസൂർ തിരുമനസ് പറയുന്നു, ദീനിനെ എതിർക്കുന്നതിലൂടെ അനാഥരെ ഭീഷണിപ്പെടുത്തുക, അവരെ അപമാനിക്കുക, അവരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ള തിന്മയിലേക്ക് എങ്ങനെയാണ് ഒരു വ്യക്തി എത്തിച്ചേരുന്നത്. ഇതിന് മറുപടിയായിക്കൊണ്ട് ഹുസൂർ വിശദീകരിക്കുന്നത്, ദീൻ എന്നുള്ളതിന് 12 അർത്ഥങ്ങൾ മുമ്പ് വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. ആ അർത്ഥങ്ങളിൽ ഓരോന്നിനെയും നിഷേധിക്കുന്നതിലൂടെ പല വിധത്തിലുള്ള തിന്മകളിലും എത്തിച്ചേരുന്നു. അതിനൊരു ഉദാഹരണം എന്നുള്ള നിലയിലാണ് യതീമീങ്ങൾ അപമാനിക്കുന്നു എന്ന കാര്യം അള്ളാഹു ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ദീൻ എന്ന പദത്തിന് സാധാരണ പറയുന്ന ഒരു അർത്ഥമല്ല നമ്മൾ നൽകേണ്ടത്, മറിച്ച് മുൻ ദർസുകളിൽ വിശദീകരിച്ചതുപോലെ തന്നെ അതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള 12 അർത്ഥങ്ങളാണുള്ളത്. ആ 12 അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന തരത്തിൽ വേണം അതിനെ കാണാൻ. അതിൽ ഓരോന്നിനെയും നിഷേധിക്കുന്നതിലൂടെ പല വിധത്തിലുള്ള തിന്മകളിലും ഒരു വ്യക്തി അകപ്പെടുന്നു. അങ്ങനെ ഉണ്ടാകുന്ന വലിയൊരു തിന്മയാണ് അനാഥരെ അപമാനിക്കുക, അവരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളത്. ഇത് വെറും ഒരു തിന്മ എന്നുള്ള രീതിയിൽ മാത്രമല്ല, മറിച്ച് മനുഷ്യത്വത്തിൽ ഏറ്റവും അധംപതിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് യതീമായിട്ടുള്ള ആളുകളുടെ, അനാഥരായിട്ടുള്ള ആളുകളുടെ അവകാശങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൂടാതെ ഇതൊരു സാമൂഹികമായിട്ടുള്ള തിന്മ കൂടിയാണ്. ഇതിലൂടെ നിലവിലുള്ള തലമുറയിലും ഭാവിയിൽ വരാൻ പോകുന്ന തലമുറയിലും തെറ്റായ സ്വാധീനങ്ങളാണ് ഉണ്ടാകുന്നത്. അള്ളാഹു ഇവിടെ ദീനിനെ എതിർക്കുന്നതിലൂടെ ഉണ്ടാകുന്ന തിന്മകളിൽ നിന്നും ഒരു തിന്മയെ ഉദാഹരണമായി എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാരണം, അനാഥരെ സംരക്ഷിക്കാത്തത് ഒരു സമൂഹത്തെ പിന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. ഒരു സമൂഹം ആ സമൂഹത്തിലെ വ്യക്തികളുടെ ത്യാഗങ്ങളിലൂടെയാണ് ഉടലെടുക്കുന്നത്. ഒരു വ്യക്തി ത്യാഗത്തിന് വേണ്ടി തയ്യാറാകുമ്പോൾ തൻ്റെ മരണത്തിന് ശേഷം മക്കളുടെ പരിപാലനത്തിനൊരു സംവിധാനവുമില്ല എന്ന് കാണുകയാണെങ്കിൽ ആ ത്യാഗത്തിൽ നിന്നും പിന്മാറുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം ത്യാഗങ്ങൾക്കായി യുവാക്കളാണ് മുന്നോട്ട് വരാറുള്ളത്. അതിനുള്ള കാരണം അവർക്ക് കുടുംബത്തിൻ്റെയും മക്കളുടെയും ബാധ്യതയില്ല എന്നുള്ളത് കൊണ്ടാണ്. ഏതൊരു സമൂഹത്തിലാണോ അനാഥരെ പരിപാലിക്കുന്ന സുദൃഢമായ സംവിധാനം ഉണ്ടാകുന്നത്, അത്തരം സമൂഹത്തിലെ ആളുകളിൽ ത്യാഗമനോഭാവം കൂടുതലായിരിക്കും. ഒരു സമൂഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ നിലവാരം ആ സമൂഹം എപ്രകാരം അനാഥരെ സംരക്ഷിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിലനിൽക്കുന്നത്. എത്രമാത്രം ഒരു സമൂഹം അനാഥരായ കുട്ടികളെ പരിപാലിക്കുന്നുവോ അത്രമാത്രം ആ സമൂഹത്തിലെ ആളുകളിൽ ത്യാഗമനോഭാവവും വർദ്ധിക്കുന്നതായിരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലഘട്ടത്തിൽ അനാഥരായിട്ടുള്ള കുട്ടികളെ പരിപാലിക്കുന്നതിനുള്ള പ്രത്യേകമായ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകമായ ശ്രദ്ധ ആ കാര്യത്തിലേക്ക് ചെലുത്തിയിരുന്നു. പക്ഷേ മക്കയിലെ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനാഥരായിട്ടുള്ള കുട്ടികളെ സംരക്ഷിക്കാനും പരിപാലിക്കാനുമുള്ള യാതൊരു സംവിധാനവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ യുദ്ധത്തിനും മറ്റും പോകുന്ന സമയത്ത് അവർ വളരെയധികം ഭയപ്പെട്ടിരുന്നു. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ കാര്യത്തിൽ യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല. കാരണം അത്രമാത്രം മുസ്ലിങ്ങളിൽ യതീമായിട്ടുള്ള, അനാഥരായിട്ടുള്ള കുട്ടികളുടെ പരിപാലനത്തിലേക്ക് ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഒരു സഹാബി വഫാത്തായി കഴിഞ്ഞാൽ അവരുടെ വിധവയായ ഭാര്യയെ വിവാഹം കഴിക്കാൻ വേണ്ടി പല ആളുകളും തയ്യാറായി മുന്നോട്ട് വന്നിരുന്നു. അവരുടെ മക്കളെ, അനാഥരായിട്ടുള്ള മക്കളെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് പല ആളുകളും മുന്നോട്ട് വരാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്നെയും വിവാഹം കഴിച്ചത് അധികവും വിധവകളായിട്ടുള്ള സ്ത്രീകളെയാണ്. അനാഥരായിട്ടുള്ള പല കുട്ടികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പരിപാലിച്ചു വന്നു. നിരവധി സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരിക്കൽ ഒരു യുവാവായിട്ടുള്ള സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് ഒരു യുവതിയായ സ്ത്രീയെ വിവാഹം കഴിക്കാത്തത്, എന്തുകൊണ്ട് വിധവയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്ന്. അപ്പം അതിന് മറുപടിയായി ആ സഹാബി പറഞ്ഞത്, എൻ്റെ സഹോദരൻ്റെ മക്കൾ അനാഥരാണ്, ആ മക്കളെ നോക്കുന്നതിന് വേണ്ടി പരിചയസമ്പന്നയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്, അതുകൊണ്ടാണ് വിധവയായ ഒരു സ്ത്രീയെ ഞാൻ വിവാഹം കഴിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് മറുപടി പറയുകയുണ്ടായി. ഒരു സഹാബി മരണപ്പെടുകയാണെങ്കിൽ അപ്പോൾ തന്നെ
പല ആളുകളും ആ സഹാബിയുടെ വിധവയായ ഭാര്യയെ വിവാഹം കഴിക്കാൻ തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് വരികയും അവിടെ യതീമായിട്ടുള്ള മക്കളെ പരിപാലിച്ചുകൊണ്ട് അതിൻ്റെ പ്രതിഫലം നേടുന്നതിന് വേണ്ടി തയ്യാറാവുകയും ചെയ്യുമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി പുറത്തിറങ്ങുന്ന സമയത്ത് അനാഥരായിട്ടുള്ള കുട്ടികൾ പ്രവാചകൻ്റെ കയ്യിൽ പിടിക്കുകയും എന്തെങ്കിലും ആവശ്യം പറയുകയും ചെയ്യുമ്പോൾ അവിടുന്ന് അപ്പോൾ തന്നെ അവിടെ നിൽക്കുകയും അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി പോവുകയും അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെയാണ് സഹാബാക്കൾ ഒരിക്കലും തന്നെ ഒരു കാര്യവും ത്യാഗം ചെയ്യുന്നതിൽ നിന്നും പിന്നോട്ട് മാറിയിരുന്നില്ല. എല്ലാവിധത്തിലുള്ള ത്യാഗങ്ങൾക്കും അവർ തയ്യാറായിരുന്നു. കാരണം അവർ മനസ്സിലാക്കിയിരുന്നു, തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തന്നെ തങ്ങളുടെ സന്താനങ്ങളെ, മക്കളെ പരിപാലിക്കുന്നതിനുള്ള പരിപൂർണമായിട്ടുള്ള സംവിധാനം ഇവിടെ നിലവിലുണ്ട് എന്നുള്ളത്. ചില സഹാബാക്കൾ തങ്ങളുടെ വിവാഹം കഴിച്ച വിധവകളായ ഭാര്യമാരുടെ മുൻ സന്താനങ്ങൾക്കും സ്വത്ത് വിഹിതം നൽകിയതായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ത്യാഗങ്ങൾ കൊണ്ട് തന്നെയായിരുന്നു സഹാബാക്കൾക്ക് ഒരിക്കലും മരണത്തെ ഭയമുണ്ടായിരുന്നില്ല. തീർച്ചയായും അവരുടെ ത്യാഗങ്ങൾക്കുള്ള പ്രധാന കാരണം അള്ളാഹുവിലുള്ള സുദൃഢമായ വിശ്വാസവും അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാനുള്ള ആഗ്രഹവും തന്നെയായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഈ വിധത്തിലുള്ളൊരു ഭൗതിക സംവിധാനവും കൂടി ഉണ്ടാകുന്നത് അതിനെ കൂടുതൽ മഹത്വമുള്ളതാക്കി മാറ്റി. വാഖിറു ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.